ലോകത്തിലെ എല്ലാ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ആഴ്ച, പീഡാനുഭവ ആഴ്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന ദിനങ്ങളെ അനുസ്മരിക്കുന്ന സമയങ്ങള്, നിമിഷങ്ങള്. ഈ ദിവസത്തിലെല്ലാ നന്മകളും എല്ലാവർക്കും നേരുകയാണ്. കർത്താവ് ഈശോ മിശിഹ പിതാവായ ദൈവത്തിന്റെ സ്നേഹമായിട്ടാണ് ഭൂമിയിലേക്ക് വരിക. യോഹന്നാൻ സുവിശേഷം പറയുന്നത് പോലെ ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹമാണ് പുത്രനായ ദൈവം തൻ്റെ കുരിശുമരണത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തത്. പിതാവിന്റെ ഹിതത്തിന് പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട പുത്രനെ കല്ലറയിൽ ഒതുക്കാതെ അവിടുന്ന് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ഉയർപ്പിച്ചു കൊണ്ടുവന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം അനുസ്മരിക്കുന്ന ദിവസങ്ങളാണിതൊക്കെ. ഈ കാലഘട്ടത്തിന് ക്രിസ്തുവിന്റെ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഒരു ലോകത്തിലാണ്. അത് സഭയിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, രാഷ്ട്രത്തിലായിക്കൊള്ളട്ടെ, തങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി, ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലേക്കാണ് കർത്താവിന്റെ സ്നേഹ സന്ദേശം ഇറങ്ങുക, കർത്താവിന്റെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കപ്പെടുക. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു സന്ദേശമാണ് കർത്താവിന്റെ സ്നേഹ സന്ദേശം. അപരന് വേണ്ടിയിട്ട് ജീവിക്കാൻ, അപരനെ കരുതലോടുകൂടി ചേർത്ത് പിടിക്കാനായിട്ട് സാധിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദിനങ്ങൾ നമുക്ക് കാണിച്ചു തരിക. പെസഹ വ്യാഴാഴ്ചത്തെ കാലുകഴുകലായാലും, തന്നെ ശൂന്യവൽക്കരിച്ച ബലിയർപ്പണമായാലും, വിശുദ്ധ കുർബാന സ്ഥാപനമായാലും, ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശുമരണമായാലും, ഇതൊക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുക തങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ്. ഇതുപോലെ പരസ്പരം ചേർത്ത് പിടിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. അന്നേരം മാത്രമേ നമുക്ക് ഉത്ഥാനത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിനെ പോലെ വേദനയുടെ നടുവിലും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ആരെയും മാറ്റി നിർത്താതെ, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാതെ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.